സുഹൃത്തുക്കളെ, ശബ്ദം പ്രശ്നമല്ല, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. കട്ടിയാണെന്ന് നാടകക്കാരുടെ പ്രത്യേകതയുണ്ട്. ഇതിൽ വളരെ മഹത്തായിട്ടുള്ളൊരു ദിവസമാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജീവൻ മാഷ് എഴുത്ത്, കവിത അടക്കം എഴുത്തിന്റെ 50 വർഷമാണ്. അദ്ദേഹം എഴുതാൻ തുടങ്ങിയിട്ട് 50 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വർഷമാണത് 2025. അപ്പോൾ അദ്ദേഹത്തിലെ കാവ്യശിഖയുടെ ഒരു പ്രധാന കവിയാണ്, ഞങ്ങളുടെയൊക്കെ ഒരു രക്ഷാധികാരി പോലെയുള്ള കവിയാണ്. കാവ്യശിഖ എന്ന് പറയുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ തൃശ്ശൂർ ജില്ലയുടെ വാട്സാപ്പ് കൂട്ടായ്മയാണ് കാവ്യശിഖ. എല്ലാ ജില്ലകളിലും അതിന് യൂണിറ്റുകളുണ്ട്. 5-8 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ഒരുപാട് സാഹിത്യ ശില്പശാലകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, സമകാലികമായ ഇന്ത്യൻ അവസ്ഥയിൽ അപ്പോ പ്രതികരിക്കുന്ന, കർഷകരുടെ സമരത്തിനോട് ഐക്യദാർഢ്യം, മണിപ്പൂരി ജനതയ്ക്ക് ഐക്യദാർഢ്യം, യുദ്ധവിരുദ്ധ കവിതകൾ, അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കാവ്യശിഖ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൂണ്ടുവരലി പോലുള്ള പുസ്തകങ്ങളും ഇപ്പൊ അവസാനം ഇറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, കവിതകളുടെ മലയാളം, ഞങ്ങളുടെ കവിതകൾ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ, വേഴ്സ് ദാറ്റ് ഡാൻസ് എന്ന് പറഞ്ഞ അതിന്റെ പേര്, പിന്നെ സ്റ്റെയിൻ ഓഫ് അഗനി എന്ന് പറയുന്ന, അത് മണിപ്പൂരി ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇംഗ്ലീഷ് പുസ്തകം. കുറേ കണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, സച്ചിദാനന്ദ മാഷ് മുതലുള്ള പ്രൊഫസർ VM മൻസൂർ നായർ, നാരായണന്റെ കവി, അവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പുസ്തകങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. സച്ചിദാനന്ദം എന്ന് പറയുന്ന പുസ്തകം വരുന്നുണ്ട്, മൻസൂർ നായരുടെ കവിതകളെ കുറിച്ചുള്ള പഠനങ്ങൾ അത് വരുന്നുണ്ട്. അങ്ങനെ ഇതാണ് കാവ്യശിഖ. കാവ്യശിഖ ഒരു 5 കൊല്ലമായിട്ട് ഏറ്റവും ലൈവാണ്. കേരളത്തിലെ ഏറ്റവും വളരെ ഡൈനാമിക് ആയിട്ട് സമകാലിക വിഷയത്തിൽ ഇടപെടുന്ന ഏറ്റവും ശക്തമായ ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അതിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ഇപ്പോൾ ഈ ലൈവ് പോകുന്നത്. കാവ്യശിഖ എഴുത്തോരൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. കാവ്യശിഖ എന്ന് പറഞ്ഞ് വേറൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സ്വാഗതം എന്ന് പറയുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ബാക്കിയുള്ളവർ ചിലപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു. ചിരമാഷയുടെ കവിതകളുടെ ആലാപനം മത്സരമാണ്. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ നമ്മുടെ അറിയിപ്പുകളുടെ പല രീതിയിലെത്താത്തതിന്റെ പ്രശ്നവും സബ് ജില്ലാ കലോത്സവങ്ങൾ കഴിഞ്ഞുള്ള ക്ഷീണവും ഒക്കെ കൂടിയായിരിക്കും. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യാതെ പറഞ്ഞൊരു പലരും എത്തിയിട്ടില്ല. ഇനി ഞായറാഴ്ചകളായതുകൊണ്ട് അറിയാലോ, ഈ കല്യാണങ്ങളും തിരക്കുകളുണ്ടായിരിക്കും. എന്തായാലും വന്നവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം പറയാം. ഈ വന്ന കുട്ടികൾക്ക് ചിരമാഷ കവിതകൾ തന്നെയാണ് അവരെല്ലാം സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതിശക്തമായ ഉള്ളത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കുന്നത്. വന്നവര് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ളവരാണ് വന്നിരിക്കുന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ കവിതകൾ കിട്ടാതെ പോയിട്ട് പലരും ഇതിങ്ങനെ റെഫർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരിക്കും. യൂട്യൂബിൽ മാഷയുടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? പക്ഷെ ജിനമാഷ് കവിതകൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെടുത്ത് വരും. ഒരുപാട് ഇന്ദുലേഖ വാര്യരും ജയരാജ് വാര്യരും മോളൊക്കെ പാടിയതൊക്കെ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ കവിത കിട്ടാത്തതിന്റെ സംഗതികൾ കൂടി ആയിരിക്കാം. ഞങ്ങളൊരു 50 പേരൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നവർക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറയാണ്. പിന്നെ നമ്മുടെ ഇവിടെ അധ്യക്ഷയായിട്ട് ഇതിന്റെ കോർഡിനേറ്റർ റിബ പോളാണ്. കാവ്യശിഖയിലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രമോദ് K. നാറാത്ത് മറ്റൊരു കോർഡിനേറ്ററാണ്. ഞങ്ങൾക്ക് ഈ ടീമുകൾ വേണ്ടിയാണ്. ഈ കാവ്യശിഖയുടെ പ്രത്യേകത വെച്ചാൽ അത് 5 ദിവസം 5 ടീമുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച ടീം വൈലോപ്പിളിയുടെ ദിനമാണ്. വൈലോപ്പിളിയുടെ ആൾക്കാർ കവിത എഴുതുന്നു, നമ്മളെല്ലാവരും പ്രതികരിക്കുന്നു. പങ്ക്തിയായിട്ട് 12 മണി ഒരു കവിത എഴുതുന്നു, 12 മണിക്ക് ശേഷം വൈലോപ്പിളി ഗ്രൂപ്പിലെ പലരും കവിതകൾ എഴുതുന്നു. അങ്ങനെയാണ്. 2ാമത്തെ ദിവസം ചൊവ്വാഴ്ച ടീം മാധവിക്കുട്ടിയാണ്. അപ്പൊ മാധവിക്കുട്ടിയുടെ ലീഡേഴ്സാണ് പങ്ക്തി കവിത എഴുതുക. 8 തൊട്ട് 12 വരെ അത് ചർച്ച ചെയ്യും. 12 മണിക്ക് ശേഷം കവിതകൾ എഴുതും. അതിൽ മികച്ച കവിതയ്ക്ക് പിറ്റേ ദിവസത്തെ ഗ്രൂപ്പുകാർ കവിതലക്കം കൊടുക്കും. ഏറ്റവും നല്ല കമന്റ് ചെയ്യുന്നവർക്ക് ശിഖാപത്രം കൊടുക്കും. വിവിധ ഗ്രൂപ്പിലുള്ളവർക്കായിരിക്കും കിട്ടുക. 3ാമത്തെ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച NV കൃഷ്ണമാരുടെ പേരുള്ള ഗ്രൂപ്പാണ്. സെയിം പ്രോസസ് ഒക്കെ അതിലുണ്ടായിരിക്കും. 4ാമത്തെ ദിവസം വ്യാഴാഴ്ച ടീം മുല്ലനേഴിയാണ്. ജിനമാഷ് ഞങ്ങളുടെ കരുത്താണ്. മുല്ലനേഴി ടീം ഇത് മുല്ലനേഴി ടീം, ഇത് മുല്ലനേഴി ടീം. രാമണി മാഷാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ, ഇതിന്റെ ചീഫ് അഡ്മിനോ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് കാവ്യശിഖയാണ്. അപ്പോ ഈ ഞങ്ങൾക്ക് ടീം മുല്ലനേഴിയുടെ പ്രധാന ഒരു കവിയായതുകൊണ്ട് നമ്മുടെ ടീം മുല്ലനേഴിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ വരുന്നത്. പക്ഷെ ബാക്കി കാവ്യശിഖയുടെ ആൾക്കാർ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോ പിന്നെ ലാസ്റ്റ് വരുന്ന പ്രമോദ് K. നാറാത്ത് മാഷ് ടീമുലനേഴി, റീബാൻ ടീമുലനേഴി പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്നത് പറയാം.
പിന്നെ അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതുകൂടി പറയാം. വെള്ളിയാഴ്ച വരുമ്പോൾ ടീം മാധവക്കുട്ടിയാണ്. ഇങ്ങനെയാണ്. ശനിയാഴ്ചകൾ വേറെ വേറെ പങ്ക്തികളാണ്. ശനിയാഴ്ചകളിൽ നമുക്ക് ട്രാൻസ്ലേഷൻ കവിതകളുണ്ട്, ബാലകവിതയുണ്ട്, കാവ്യപൂരണം, ഒരു വരി കൊടുത്ത് ബാക്കി 3 വരി ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ശനിയാഴ്ചയുടെ രീതികൾ. ഞായറാഴ്ചകൾ എല്ലാവർക്കും എല്ലാ കവിതകളുമില്ല. കാവ്യവിഴ എന്ന് പറഞ്ഞ വേറൊരു പങ്ക്തിയുണ്ട്. അങ്ങനെ നമ്മുടെ പബ്ലിഷിംഗ് ഹൗസുകളുടെ ലൈവാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ അധ്യക്ഷ റീബ പോളായിരിക്കുമ്പോൾ ഉദ്ഘാടകനായിട്ട് പ്രമുഖ നാരായണ മാഷാണ് ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജിനമാഷുണ്ട്. പിന്നെ രാഹുൽ മാഷ ആമുഖ പ്രഭാഷണം നടത്തും. അന്തരിക്ഷാധികാരി നമ്മുടെ ചീഫ് അഡ്മിനാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തീയോടക്കം അവർക്ക് ഇതിൻ്റെയൊക്കെ ചില കമ്പോസിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷയായിട്ട് നമസ്കാരം. വേദിയിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയ കവിയായിട്ടുള്ള രാമേട്ടൻ, ഇന്നത്തെ കവിതകളുടെ കാവ്യ ജീവിതത്തിന്റെ 50-ാം ആണ്ട് ആഘോഷിക്കുന്ന പ്രിയ കവിയായിട്ടുള്ള ജിനമാഷ്, ഇന്നത്തെ ഉദ്ഘാടകനായിട്ടുള്ള ഡോക്ടർ പ്രമോദ് കെ നാറാത്ത്, പിന്നെ സ്വാഗതം പറഞ്ഞ ചാപ്പ മാഷ്, മത്സരത്തിന് വളരെ ദൂരത്തു നിന്നൊക്കെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, നമുക്ക് ജിനൻ മാഷിന്റെ കവിതകളുടെ കാര്യം തന്നെ പറയാം. ഒരുപാട് കാലമായിട്ട് നമ്മുടെ യുറിക്കയുടെ പത്രാധിപ സമിതി അംഗമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്ന് കേരളം മുഴുവൻ പ്രചരിക്കുകയാണ്. അപ്പോൾ അത്തരം കവിതയിലെ നിലനിൽക്കുക, ഒരുപാട് കാലം ഒരു കവിത എഴുതുക എന്നതിൽ ഉപരി കവിതയിൽ തന്നെ നിലനിൽക്കുക. അപ്പൊ നമുക്ക് സാഹിത്യത്തിന്റെ പല മേഖലകളുണ്ട്. ആ മേഖലകളിൽ ഒന്നും പെടാതെ കവിതയെ കൂടുതൽ സ്നേഹിച്ച് കവിതയിൽ നിലനിൽക്കുക എന്നുള്ളതും കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിതകൾ എഴുതുക എന്നുള്ളതും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ആണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള മത്സരം സംഘടിപ്പിക്കാനായിട്ട് ഈ സന്ദർഭം ഉപയോഗിച്ചത്. കവിത എന്ന് പറഞ്ഞാൽ മാഷ് കവിത എഴുതുമ്പോൾ നമുക്ക് എത്രയോ വളരെ ആസാദ്യകരമാണ്. ശരിക്കും അതിലിപ്പോ ഈയിടെയായിട്ട് ജയരാജ് വാര്യരുടെ മകള് അവരുടെ കുഞ്ഞു മകന് പാടിക്കൊടുക്കുന്ന കവിതകൾ യൂട്യൂബിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ആ കവിതകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ, വേറൊരാള് പാടി കേൾക്കുമ്പോഴാണ് അതിന്റെ കൂടുതൽ അത് നമുക്ക് ടച്ചിങ് ആവുന്നത്. അപ്പോൾ ധാരാളം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. മാഷെ പരിചയപ്പെടുത്താണ് കുരുത്തോലക്കിളി. അതാണ് കുരുത്തോലക്കിളിയാണ് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ പുസ്തകം. അതുപോലെ തന്നെ മറ്റ് കവിതകൾ ഉണ്ണിക്കിനാവ്, ചിത്രം വര, ഒറ്റമരം, ചിത്രം വരച്ച കുട്ടി, ഇലപ്പച്ചകൾ സ്ലേറ്റ് മാറ്റുമ്പോൾ, പാവം കിളി, ഇടവഴിയിലെ പൂച്ച, പുസ്തകം വായിക്കുന്നു, നഴ്സറി പാട്ടുകളുടെ ഒരു 2 വിഭാഗം, അമ്മച്ചിറക്, കവിതപ്പുറത്തൊരു കുടമാറ്റം, തനിയെ വരുന്ന കുടകൾ, എന്നിങ്ങനെ ചാറ്റി വന്ന കിറ്റി, അങ്ങനെയുള്ള കുറെ കവിതകൾ മാഷിന്റെ പുസ്തക സമാഹാരങ്ങളായിട്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. PT ഭാസ്കര പണിക്കർ ബാലസാഹിത്യ അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, എറണാകുളം ഭീം അവാർഡ്, KS വലപ്പാട് അവാർഡ് എന്നിവ, അങ്ങനെ കുറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറം കവിതകൾ ഈ ജിനൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അടയാളപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കവിതകൾ എഴുതുന്നതിലുപരി അത് മറ്റുള്ളവരിലേക്ക് അടയാളപ്പെട്ട് കിടക്കുക, ആ പേര് എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തരായിട്ടുള്ളത്. ബാലകവിതകൾ എടുക്കുമ്പോൾ ആദ്യം വരിക ജിനമാഷിന്റെ കവിതകൾ ഉണ്ടോന്നാണ്. ഞാൻ അധ്യാപിക ആയതുകൊണ്ട് മാത്രം പറയാണ്. അത് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ തപ്പാറുണ്ട് മിക്കവാറും. അപ്പോൾ അത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, കൂടുതൽ വായിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു സന്ദർഭമാണ്. ഇതിനെത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പിന്നെ ഇന്നത്തെ മത്സരത്തിലെ ഈ സന്ദർഭത്തിൽ ഞാൻ അധികം പറയുന്നത് 2 വാക്ക് പറയാനായിട്ട് നമ്മൾ വൈകി പോയതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഡോക്ടർ പ്രമോദ് കെ നാറാത്തിനെ സ്വാഗതം. ഏറെ വൈകിയെങ്കിലും വളരെ ചുരുങ്ങിയ വാക്ക്, കാരണം നമുക്കറിയാം ജിനൻ മാഷുടെ കവിതയുടെ ഒരു 50 വർഷം, 50 പൂക്കാലം, നമുക്ക് കവിതയുടെ പൂക്കാലം നമുക്ക് വേണമെങ്കിൽ പറയാം. പൂർത്തിയായ സമയമാണ്. മാഷ് 1900 മാഷ് എത്തിക്കൊണ്ടാണ് പറയുന്നത്. 1974 മാഷുടെ ആദ്യ രചന പ്രസിദ്ധീകരിച്ച് വരുന്നത്. നിങ്ങൾക്കറിയാം ബാലപംക്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ബാലപംക്തി എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ കുട്ടേട്ടൻ, അന്ന് കുഞ്ഞിലു മാഷാണ് അത് കുട്ടേട്ടൻ്റെ പേരിൽ ബാലപംക്തി കൈകാര്യം ചെയ്തത്.
അപ്പം നിങ്ങൾക്കൊക്കെ ഒരു അവസരം കൂടിയാണ്. ഇപ്പോഴും കുട്ടിയായിട്ടും മാതൃഭൂമിയുടെ ബാലമന്ത്രി തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളായാലും ഭാവിയിൽ നിങ്ങൾക്ക് കവിത എഴുതി ഈ ബാലമന്ത്രിയിൽ കൊടുത്താൽ പ്രസിദ്ധീകരിക്കും. മുതിർന്ന കവികളോടൊപ്പം നിലനിർത്തുന്ന ഒരു അവസരം കൂടിയാണ്. ബാലമന്ത്രി കവിത എഴുതുന്നത് ഒരു അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അപ്പോൾ ജലമാഷിന്റെ കവിത ബാലമന്ത്രിയിൽ വന്നാണ് അത് തുടങ്ങുന്നത്. കുട്ടിയേട്ടൻ്റെ തലോടെ പലർക്കും കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷാണ് ആ കവിതയെ മെച്ചപ്പെടുത്താനും അതെങ്ങനെയൊക്കെ മാറ്റാമെന്നൊക്കെ എന്നുള്ള നിലയിൽ കവിതയെക്കുറിച്ച് കാണുന്നത്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു വളരെ സമയം വൈകി. എങ്കിലും മാഷ് ഏകദേശം 25 പുസ്തകങ്ങൾ ബാലസാഹിത്യ കൃതികളായിട്ട് വന്നിട്ടുണ്ട്. 6ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് മാഷിൻ്റെ കവിത അതിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത കാലത്തായിട്ട് പാഠപുസ്തകത്തിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില കുട്ടികൾ 2ാം ക്ലാസ്സിലേക്കുള്ള മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 3, 4, 5 ആയിട്ട് നിങ്ങൾക്ക് മാഷിൻ്റെ കവിതകൾ പഠിക്കാം. അപ്പോൾ കുരുക്കോലക്കിളിയിലെ ഒരു പാട്ടാണ് 4ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ ആ കവിതകളിലേക്ക് സവിശേഷം അതിന് മാഷിയുടെ ഒരു കവിത, മാഷിയുടെ ശാസ്ത്ര പ്രചാരകൻ കൂടിയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ട് മാഷിന്റെ പുസ്തകങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കവിത പുറത്തൊരു കുടമാറ്റം, അതുപോലെ തന്നെ തനിയെ വരുന്ന കുട്ടികൾ പലരും പുസ്തകം കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് കുരുത്തോലക്കിളി, അതുപോലെ തന്നെ അമ്മ ചെറുത്, ഇങ്ങനെയുള്ള കൃതികളിലാണ് മാഷിയുടെ കവിതകൾ കൂടുതലും വരുന്നത്. ഇനി മാഷിയുടെ കവിതകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടവർക്ക് മനസ്സിലാവും ആ കവിതയുടെ ഒരു പ്രത്യേകത എന്താണ്. ഒന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയുടെ നല്ല താളാത്മകമായ കവിതകളാണ് കൂടുതൽ അല്ലേ. നിങ്ങളൊക്കെ ചൊല്ലാൻ വന്നവരാണ്, അതുകൊണ്ട് അതിൻ്റെ ഈണം, ഭാവം, താളം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നിങ്ങളത് ചൊല്ലിയെടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ കവിതകളിലൂടെ സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാവും എല്ലാ കവിതകളും പോലെയല്ല മാഷ കവിത ചെറിയ പ്രത്യേകതയാണ്. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കവിതയിൽ കൂടി എങ്ങനെ ശാസ്ത്രബോധം പറയാമെന്നാണ് പക്ഷെ പ്രധാനമായിട്ട് ശാസ്ത്രചിന്തകളും ശാസ്ത്രബോധവും സൂക്ഷ്മാണുക്കളെ കുറിച്ച് ഏറ്റവും പോലും കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ ചിന്തകൾ, ഒരുപാട് പ്രകൃതി ബോധം, സൗന്ദര്യം, മഴ, പിന്നെ പൂച്ച, ഇങ്ങനെ കുറേ ചെറിയ ചെറിയ മേഖലകളെ നമുക്ക് സമയം വൈകൊണ്ടാണ് ഞാനെല്ലാം ചുരുക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു പുതിയൊരു വെളിച്ചം, ഒരു തെളിച്ചം കിട്ടും. കവിത ചൊല്ലൽ മാത്രമല്ല, കവിതയുടെ ഭാവത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു കവിത കൂടിയാണ്. അതുകൊണ്ട് ഈ ബാലസാഹിത്യം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് മുതിർന്നവർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ മുതിർന്ന രക്ഷിതാക്കളും കൂടി വന്നുകൊണ്ട് പറയുകയാണ്, ഇത്തരം കവിതകൾ വായിച്ചു കൊടുക്കുകയും അത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ മനസ്സിലൊരു വികാസം ഉണ്ടാകും. എല്ലാ കവിതയും ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളൊരു പടി, മഹത്തായ സാഹിത്യം എന്ന് പറയുന്നത് നമ്മളൊരു പടി ഉയർത്തുന്നതാണ്. അതിനെ ഉയർത്താൻ കഴിയുന്ന ഒന്നായി മാറണം. അപ്പോൾ ആ കവിതാ പാരായണത്തിലൂടെ നിങ്ങളുടെ കുട്ടികളിൽ വലിയൊരു മാനസികമായ പരിവർത്തനം, സമൂഹത്തെ സ്നേഹിക്കുന്നതിൽ നല്ല മനുഷ്യനാവാനാണ് എല്ലാ കവിതകളും എല്ലാ സൃഷ്ടികളും പറയുന്നത്. അത്തരത്തിൽ നല്ല മനുഷ്യനാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യം LP വിഭാഗം നമുക്ക് തുടങ്ങാം. അവന്തിക M.